ഗുഡ് മോർണിംഗ് ഓൾ. ഹലോ. രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കടക്കാം. 2 ദിവസമായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഇടിവുണ്ട്. ഇന്നലെ ഫേസും DASും സെല്ലേഴ്സ് ആയിരുന്നു. 400-800 കോടി രൂപക്ക് ഫേസും DAS ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ സെല്ല് നടത്തി. ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള പുതിയ ഈ ഒരു മെഡിസിൻ കമ്പനീസിന് എതിരെയുള്ള താരിഫ് നമ്മളുടെ ഈ ഒരു ഫാർമാസ്യൂട്ടിക്കൽ കമ്പനീസ് ഇന്നലെ ഇടിവ് രേഖപ്പെടുത്തി. കൂടാതെ തന്നെ ബ്രെൻഡ് ഓയിൽ $90 എബോ ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇൻഡിയോ പോലെയുള്ള കമ്പനീസ് ഇടിവ് രേഖപ്പെടുത്തി. എങ്കിലും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അത്ര ഒരു നെഗറ്റിവിറ്റി ഇന്നലെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മാർക്കറ്റിലാണ് കുറച്ച് കൂടുതലുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ US മാർക്കറ്റ് രണ്ടും നെഗറ്റീവായിരുന്നു. എന്നാൽ അതിന് മുകളിലുള്ള യൂറോപ്യൻ മാർക്കറ്റ് പ്ലസ് ആണ്. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി, കോസ്പി എല്ലാം തന്നെ ജപ്പാൻ, കൊറിയൻ മാർക്കറ്റും ഈവൻ നാസ്ഡാക്ക് ഫ്യൂച്ചറും ഡോ ഫ്യൂച്ചറും പ്ലസിൽ തന്നെയാണ്. ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഒരു ഫ്ലാറ്റ് ഓപ്പണിംഗ് തന്നെയാണ്. ബ്രെൻഡ് ഓയിൽ 95ആയി, ബിറ്റ്കോയിൻ 66,000, ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $4,134 എന്ന നിലയിലാണുള്ളത്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ ഏറ്റവും താഴെ കാണാം ഡോക്ടർ റെഡ്ഡി ഏകദേശം ഒരു 10% ഒരു ഫോൾ രേഖപ്പെടുത്തി. കൂടാതെ തന്നെ വിപ്രോ, ഇൻഫോസിസ് എല്ലാം തന്നെ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും നടത്തിയിട്ടുണ്ട്. അല്ലാതെ ഈ ADR സ്റ്റോക്കുകളിൽ വലിയൊരു ഗ്യാപ്പ് അപ്പിൽ ഒരു സ്റ്റോക്കുകളും വന്നിട്ടില്ല. ഡോക്ടർ റെഡ്ഡി ആവട്ടെ ഇടിഞ്ഞുകയും ചെയ്തു. ഇനി ഇന്നത്തെ സ്റ്റോക്കുകളുടെ വാർത്തകൾക്ക് പോകാതിന് മുമ്പ് ഇന്ന് ഒരുപാട് കമ്പനീസിൻ്റെ റിസൾട്ട് ഉണ്ട്. ഇൻഫോസിസ്, ഇൻഡിയോ, സിപ്ല, PVR, IX, മോത്തിലാൽ ഒസ്വാൽ, പിന്നെ റൂട്ട് മൊബൈൽ, സിയൻറ്റ്, മഹീന്ദ്ര ലൈഫ് സയൻസ് കമ്പനി. ഇത്തരം കമ്പനീസിൻ്റെ റിസൾട്ട് ഇന്ന് വരുന്നുണ്ട്. റിസൾട്ട് കാലഘട്ടമാണ്. ഇനി സ്റ്റോക്കുകളിൽ കുറച്ച് വാർത്തകളൊക്കെ പോകാം. പൈസൽ റെക്കമെൻഡേഷൻ അല്ല. നമ്മളുടെ ഈ ന്യൂസ് കാണുന്ന ഒരുപാട് ആളുകൾ ഗൾഫിലുണ്ട്, പല സ്ഥലങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മളുടെ ബേസിക് സ്വിങ് ഇൻട്രാഡേ കോഴ്സ് അല്ലെങ്കിൽ ഓപ്ഷൻ, കമ്മോഡിറ്റി, ക്രിപ്റ്റോ, ഫോറക്സ് എല്ലാം പഠിക്കാം. അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം. ഏറ്റവും കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് 1 വർഷത്തെ നീണ്ട സപ്പോർട്ടുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കാം. സ്റ്റോക്കുകളുടെ വാർത്തയിലേക്ക് പോകാം. ഷോപ്പേഴ്സ് സ്റ്റോപ്പ് കമ്പനി ലോസ് കമ്പനി കുറച്ചൊന്ന് വന്നു. റവന്യൂ 12% വർധനവ് രേഖപ്പെടുത്തി. നിപ്പോൺ ലൈഫ് കമ്പനി 27% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി 504 കോടി രൂപ കരസ്ഥമാക്കി. 396 നിന്നാണ് പ്രോഫിറ്റ് ഉയർന്നത്. IIFL ഫിനാൻസ് കമ്പനി ഇവർ 187% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. ഇൻഡസ്ഇൻഡ് ബാങ്ക് 46% നെറ്റ് പ്രോഫിറ്റിൽ വർധനവ് രേഖപ്പെടുത്തി. സോന കോംസ്റ്റാർ കമ്പനി, ഈ കമ്പനി ഡെൻസ്കോം എന്ന് പറഞ്ഞൊരു ജപ്പാൻ ബേസ്ഡ് കമ്പനിയായിട്ട് ഇലക്ട്രിക്കൽ ഹൈബ്രിഡ് പവർ സിസ്റ്റം ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ബിസിനസ് കോൺട്രാക്റ്റ് ഏർപ്പെട്ടു. HPCL കമ്പനി ലോസ് റിപ്പോർട്ട് ചെയ്തു. 11,524 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. NACL ഇൻഡസ്ട്രീസ് കമ്പനി 59% ഇയർ ഓൺ ഇയർ നെറ്റ് പ്രോഫിറ്റ് വർധനവ് രേഖപ്പെടുത്തി. UCO ബാങ്ക് നെറ്റ് പ്രോഫിറ്റ് 8% വർദ്ധിച്ചു. ഡോക്ടർ റെഡ്ഡി നെറ്റ് പ്രോഫിറ്റ് 1410 നിന്ന് 440 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഇടിഞ്ഞു. HEG കമ്പനി നെറ്റ് പ്രോഫിറ്റ് 71 നിന്ന് 110 പ്രോഫിറ്റ് ഉയർന്നു. ഗാന്ധാർ ഓയിൽ കമ്പനി 40 കോടി രൂപയിൽ നിന്ന് 196 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ഒറാക്കിൾ ഫിനാൻസ് കമ്പനി ഇവർ നെറ്റ് പ്രോഫിറ്റ് 642 നിന്ന് 1412 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. ബഗേരിയ ഇൻഡസ്ട്രീസ് കമ്പനി 12 കോടി രൂപയിൽ നിന്ന് 35 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. വാരിസ് റിന്യൂവബിൾ കമ്പനി നെറ്റ് പ്രോഫിറ്റ് 86 നിന്ന് 116 ഉയർത്തി എന്നുള്ളതാണ് ഇപ്പോഴുള്ള ന്യൂസുകൾ. അപ്പോൾ ഓൺലൈനിൽ കോഴ്സ് ജോയിൻ ചെയ്യുന്ന താല്പര്യമുള്ള ആളുകൾക്ക് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ നമ്പർ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.